സാംസ്കാരിക മന്ത്രി അവകാശപ്പെടുന്നത് അദ്ദേഹം മതേതരവാദി എന്നാണ്. മതേതരം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മതങ്ങളോടും വിധേയബദ്ധമില്ലാത്ത, മതം രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ കലർത്താത്ത ഒരു പ്രവർത്തനം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക മന്ത്രിയോട് ചില ചോദ്യങ്ങൾ ഈ സംസ്ഥാനത്തെ പൗരൻ എന്ന നിലയ്ക്ക് ചോദിക്കാനുണ്ട്. താങ്കളുടെ മന്ത്രിസഭ ഇഫ്താർ പാർട്ടി നടത്താറുണ്ട്. ഇഫ്താർ പാർട്ടി ഒരു മതേതര പരിപാടിയാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല. റംസാൻ്റെ സമയത്ത് ഇഫ്താർ പാർട്ടി നടത്തി പലരെയും ക്ഷണിച്ച് വരുത്തി ഔദ്യോഗിക തലത്തിൽ പണം ചെലവാക്കി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇത് മതേതരമായ പരിപാടിയാണോ? പോട്ടെ, താങ്കൾ പറയുന്നത് ക്രിസ്മസിന് ക്ഷണിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവതരിപ്പിക്കണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇഫ്താർ പാർട്ടിക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ധാരാളം പങ്കെടുക്കും. അവർ വന്ന് തലശ്ശേരിയിൽ അവരുടെ പള്ളി കത്തിച്ചതും ഖുർആൻ ചവിട്ടി മതിച്ചതും ഇഫ്താർ പാർട്ടിയിൽ സംശയമുണർത്തിച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും? അതിനാണ് അവരെ ക്ഷണിച്ചു വരുത്തുന്നത്. പോട്ടെ, ഹജ്ജ് യാത്രയ്ക്ക് നമ്മുടെ മന്ത്രിമാർ വിമാനത്താവളത്തിൽ പോയി യാത്ര അയക്കുന്നതും സ്വീകരിക്കും. ഇതൊരു മതേതര പരിപാടിയാണോ? തൃശ്ശൂർ പൂരം നടത്തിപ്പിന് മുഖ്യമന്ത്രി കാര്യമായ തടസ്സങ്ങൾ നീക്കാൻ ചെല്ലണു. തികച്ചും മതപരമായ അല്ലെങ്കിൽ പുറത്ത് സാംസ്കാരികമാണെങ്കിലും കൂടുതൽ മതപരമായ ചടങ്ങുള്ള ഒരു മതേതര മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ഇത്ര ആകാംക്ഷ കാണിക്കണമെന്ന്. ഇതൊക്കെ പോട്ടെ, സാംസ്കാരിക മന്ത്രിയുടെ പാർട്ടി വിശ്വസിക്കുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന കാർൽ മാർക്സ് പറഞ്ഞു എന്നിപ്പോഴും അഭിമാനത്തോടുകൂടി പറയണം. അങ്ങനെ ആണെങ്കിൽ എന്തിനാ സർ താങ്കളുടെ പാർട്ടിയിലെ ആളുകൾ ദേവസ്വം ബോർഡുകളിലും എല്ലാം കടന്നുകൂടി നക്കാപ്പിച്ച കാശിന് വേണ്ടി മതം പ്രോത്സാഹിപ്പിക്കുന്ന മതപരമായ ചടങ്ങുകൾ പങ്കെടുക്കുക പോലും ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു? ഇത് മതേതരത്തിൻ്റെ ഭാഗമാണോ? പോട്ടെ, ശിവഗിരിയിൽ എല്ലാ പരിപാടിയിലും മന്ത്രിമാരെന്ന നിലയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ഇത് മതേതര പരിപാടിയാണോ? അപ്പോൾ ക്രിസ്മസിന് പ്രധാനമന്ത്രിയെപ്പോലെ ഒരു പ്രമുഖ വ്യക്തി എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്ന പോലെ ഒരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കി മതമേലധ്യക്ഷന്മാരെ ക്ഷണിക്കുമ്പോൾ താങ്കളുടെ പാർട്ടി എന്തിനാ സർ ഇങ്ങനെ വെകളി കൊള്ളുന്നത്? കാലാകാലങ്ങളായി ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷത്തിനെതിരായി കലയിപ്പിച്ച് അതിൽ നിന്ന് വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് മുതലെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ തിരശ്ശീല വീഴും എന്ന പേടി കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ തങ്ങളുടെ പാർട്ടി എതിർക്കുന്നത്? ഇവിടെ മതം രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ മതേതര പാർട്ടി ഏതാണെന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും കാണില്ല. എൻ്റെ വിനീതാഭിപ്രായത്തിൽ നമ്മുടെ മാവോയിസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമാണ് മതേതരമായി പ്രവർത്തിക്കുന്നത്. മറ്റ് പാർട്ടികളുടെ കാര്യം കണ്ടറിയണം. അപ്പം അങ്ങനെ മതേതരത്വം ഉണ്ട് എന്ന് വീമ്പിളക്കുന്ന താങ്കളുടെ പാർട്ടിയല്ലേ സർ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ കൂട്ടുനിന്ന ഏക രാഷ്ട്രീയ കക്ഷി? ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് പറഞ്ഞ സംഘടനയെക്കുറിച്ച് ഞാൻ മിണ്ടാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം അപഹാസ്യമായ പ്രവർത്തനമാണ് അവരുടേത്. അവരുമായി കൂട്ടുകൂടി മന്ത്രിസഭ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മതേതര മന്ത്രി എന്ന് അവകാശപ്പെടാൻ ഇതുണ്ടോ? ഇത്തരം പ്രവർത്തനങ്ങൾ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? സാംസ്കാരിക മന്ത്രിയുടെ മതേതര അവകാശവാദം എന്തുമാത്രം പൊള്ളയാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും പ്രവർത്തനം പരിശോധിച്ചാൽ അറിയാം. ഒരു പഞ്ചായത്ത് ഭരണം കിട്ടാൻ വേണ്ടി അഭിമന്യുവിനെ കൊന്നവരുമായി കൂട്ടുകൂടി നേട്ടം വീമ്പിളക്കി നടക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് മതേതര കക്ഷി എന്ന വിശേഷണം ചേരുമോ? അപ്പം എന്തർത്ഥത്തിലാണ്
ഞാനൊരു മതേതരവാദിയാണ്, ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നത്?